അക്കാലം ശിവരാമപിള്ള ഓർക്കുകയായിരുന്നു. 2 തായ്വഴിയായിരുന്നോ അതോ 3 ഏതായാലും 3 വീടുകളിലാണ് അവർ താമസിച്ചിരുന്നത്. സ്വത്തിന്റെ അവകാശത്തെക്കുറിച്ചൊന്നും അറിവില്ലായിരുന്നു. രാഘവൻ ഉൾപ്പെട്ട തായ്വഴി ഒരു വീട്ടിലും ദേവകി എന്ന പെണ്ണുൾപ്പെടെ മറ്റൊരു തായ്വഴിയും പിന്നെ മറ്റൊരു വീടും. ഇതായിരുന്നു കുഞ്ഞനമ്മാവന്റെ കുടുംബം. ചെറുപ്പത്തിൽ തന്നെ കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്. രാഘവനെ കൊണ്ട് മായിയെയും മകൻ കൊച്ചുകൃഷ്ണനെ കൊണ്ട് ദേവകിയെയും കല്യാണം കഴിപ്പിക്കാൻ കുഞ്ഞനമ്മാവൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന്. അത് ശിവരാമപിള്ളയും കേട്ടിട്ടുണ്ട്. ചങ്ങാതിയായ രാഘവനോട് കേട്ട കാര്യം ചോദിച്ചിട്ടുണ്ടോ എന്തോ ഓർമ്മയില്ല. ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്തുത്തരം പറഞ്ഞിരിക്കും എന്തോ അതും ഓർമ്മയില്ല. ഈ കല്യാണ കാര്യം കുഞ്ഞനമ്മാവന്റെ മനസ്സിലിരിപ്പായിരുന്നു എന്നാണ് പിന്നീട് അറിഞ്ഞത്. അത് അദ്ദേഹം ആരോടും പറഞ്ഞിരുന്നില്ല. എന്നോടിത് പറഞ്ഞു എന്ന് ആരും ഒരിക്കലും പറഞ്ഞു കേട്ടിട്ടില്ല. വലിയ മരുമക്കത്തായിയായ കുഞ്ഞനമ്മാവന്റെ മനസ്സിൽ അടിസ്ഥാനമായി ഒരു പോരുണ്ടായിരുന്നു. ഈ സ്വത്ത് മുഴുവൻ തന്റെ കുടുംബം അടക്കുക. മലയാളം പള്ളിക്കൂടത്തിലെ 4ാം ക്ലാസ് ജയിച്ചപ്പോൾ രാഘവനെ കുഞ്ഞനമ്മാവൻ ഇംഗ്ലീഷ് പഠിക്കാൻ വിട്ടു. 4 ക്ലാസ് വരെ രാഘവനും താനും ഒരുമിച്ച് പഠിച്ചത് ശിവരാമപിള്ള ഓർക്കുന്നു. കൂട്ടുവിട്ടത് അക്കാലത്ത്. രാഘവൻ ചങ്ങനാശ്ശേരിയിൽ ആയിരുന്നു പഠിക്കാൻ പോയത്. രാഘവന് ഒരു മേന്മ വന്നു. ചങ്ങനാശ്ശേരിയിൽ ഏതോ ഒരു വീട്ടിൽ ചെലവിന് കൊടുത്ത് രാഘവൻ താമസിച്ചു പഠിക്കുന്നു. കുഞ്ഞനമ്മാവൻ കൃത്യമായി ചെലവിനുള്ള വകയും എത്തിച്ചിരുന്നു. മായിയെ കല്യാണം കഴിപ്പിക്കാനല്ലെങ്കിൽ മറ്റെന്താണ് കുഞ്ഞനമ്മാവന്റെ ഉദ്ദേശം? എല്ലാവരും അങ്ങനെ പറഞ്ഞു കേട്ടു. 4-5 ആഴ്ചകൾ കൂടുമ്പോൾ രാഘവൻ വരും. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ കണ്ടെന്നിരിക്കും. ദോഷം പറയരുതല്ലോ, വരുമ്പോഴെല്ലാം അവൻ തന്നെ അന്വേഷിച്ച് വീട്ടിൽ വരുമായിരുന്നു എന്ന് ശിവരാമപിള്ള ഓർക്കുന്നു. സ്നേഹം അപ്പോഴും അവനുണ്ടായിരുന്നു. ഇംഗ്ലീഷ് സ്കൂളിലാണ് പഠിക്കുന്നതെന്ന തണ്ടില്ലായിരുന്നു. അന്ന് അതൊരു വലിയ കാര്യം തന്നെയായിരുന്നു. ചങ്ങനാശ്ശേരിയിലാണ് പഠിക്കുന്നതെന്ന ഭാവവുമില്ലായിരുന്നു. കുറേ വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞു. രാഘവന്റെ പഠിത്തം അവസാനിക്കുന്നില്ല. അവൻ പഠിക്കുകയാണ്. മുറ പോലെ അവന്റെ പഠിത്ത ചെലവുകൾ നടന്നുകൊണ്ടിരുന്നു. കുഞ്ഞനമ്മാവന് നാടാകെ കൃഷിയുണ്ട്. പല പല ഇടപാടുകളുമുണ്ട്. രാഘവന്റെ പഠിത്ത കാര്യം അന്വേഷിക്കാൻ നേരം എവിടെ? എത്ര കൊല്ലമായി പഠിക്കുന്നു എന്ന് പോലും കുഞ്ഞനമ്മാവൻ അറിഞ്ഞുകൂടാ. അന്വേഷിച്ചുമില്ല. അവൻ സത്യത്തിൽ തോറ്റു കിടക്കുകയായിരുന്നു. ശിവരാമപിള്ളയുടെ ഓർമ്മയ്ക്ക് വ്യക്തത വന്നു. ഓർത്തോർത്തു പോകുമ്പോൾ പലതും വെളിവായി വരുന്നു. അച്ഛനും അമ്മയും മരിക്കും മുമ്പ് തന്നെത്താൻ ജീവിക്കാൻ ശ്രമിക്കണം എന്ന് തോന്നിയ കാലഘട്ടം. ആ ആരംഭം നന്നായി ഓർക്കുന്നു. അന്ന് എത്ര വയസ്സായാലും ചിലതെല്ലാം നിശ്ചയിച്ചുറച്ച കാലമാണ്. മങ്കൊമ്പിൽ സ്വാമിയുടെ 20 പറ നിലം 2 കൊല്ലമായി ആരും കൃഷി ചെയ്യാതെ കിടക്കുന്നു. എന്താണ് കാര്യമെന്നറിഞ്ഞുകൂടാ. അത് പാട്ടത്തിനേറ്റ് കൃഷി ചെയ്താൽ എന്തെന്ന് തോന്നി. അച്ഛനോട് പോലും ചോദിച്ചില്ല. ചോദിച്ചാൽ സമ്മതിക്കുകയില്ലെന്നായിരുന്നു തോന്നൽ. സ്വാമിയുടെ അടുത്ത് ചെന്നപ്പോൾ സ്വാമി പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും ഓർക്കണം. നീ ഒരു കൊച്ചൻ. നിനക്ക് അച്ഛനും അമ്മാവനും ഒന്നുമില്ലേ? അവരെ ആരെങ്കിലും കൂട്ടിക്കൊണ്ടുവാ. പിള്ളേര് കളിയാണോടാ നിലം കൃഷി? അച്ഛനുണ്ട്. ഒരുപക്ഷെ പേര് പറഞ്ഞാൽ സ്വാമി അറിയുകയും ചെയ്തേക്കും. അച്ഛൻ സമ്മതിക്കുകയില്ല എന്ന് സ്വാമിയോട് പറയാനൊക്കുമോ? പെട്ടെന്ന് ഒരു പേര് ഓർമ്മ വന്നു. കുഞ്ഞനമ്മാവന്റെ. ആ പേര് സ്വാമിയോട് പറഞ്ഞു. സ്വാമി അപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്: നാളെ കുഞ്ഞന്റെ അനന്തരവൻ മാധു ഇവിടെ വരേണ്ടതാണ്. വരും. അവൻ വന്നു പറയട്ടെ. നീയും കൂടെ പോര്. പിറ്റേ ദിവസം രാവിലെ കുഞ്ഞനമ്മാവന്റെ വീട്ടിലെത്തി. അടപ്പുരിക്കലയാണ് കുഞ്ഞനമ്മാവൻ താമസം. കുഞ്ഞനമ്മാവൻ ഉറക്കം ഉണർന്ന് ചൂരൽ വരിഞ്ഞ ചാരുകസേരയിൽ കിടക്കുകയാണ്. ആരുമില്ല അടുത്ത്. കുഞ്ഞനമ്മാവന്റെ മുമ്പിലേക്ക് നേരെ അങ്ങ് ചെന്നില്ല. പിന്നിൽ കൂടി ചെന്ന് ഒന്ന് മുരടനക്കി. കുഞ്ഞനമ്മാവൻ തിരിഞ്ഞു നോക്കി. എന്താടാ? കനത്ത ശബ്ദത്തിലുള്ള ആ ശബ്ദം ഭൂമിക്കടിയിൽ നിന്ന് വന്നതുപോലിരുന്നു. കുഞ്ഞനമ്മാവന്റെ ശബ്ദം അതാണ്. ഒരു കാര്യം പറയാൻ വന്നതാണേ. എന്താ കാര്യം? തന്നെത്താൻ പണി ചെയ്ത് ജീവിക്കാനുള്ള ആഗ്രഹം ഒരു തരത്തിൽ പറഞ്ഞു തീർത്തു. അതിന് ഞാനെന്ത് വേണം? പിന്നെ അമ്മാവൻ മുറുക്കാൻ ചെല്ലം തുറന്ന് മുറുക്കുന്നതിനിടയിൽ മങ്കൊമ്പിൽ സ്വാമി പറഞ്ഞ കാര്യവും പറഞ്ഞു തീർത്തു. അപ്പോൾ തോന്നിയ മറ്റൊന്നു കൂടി പറഞ്ഞു. എനിക്ക് കൃഷിക്കുള്ള ചെലവും വിതയ്ക്കാനുള്ള വിത്തും ഇവിടെ നിന്ന് തരണം. കുഞ്ഞനമ്മാവൻ തന്നെ വന്ന് കണ്ടം വിതപ്പിക്കണം. കൃഷിയെല്ലാം നോക്കിക്കണ്ട് ചെയ്യിക്കണം. കൊയ്യിക്കുന്നതും വിളവെടുപ്പിക്കുന്നതും ഇവിടെ നിന്ന് തന്നെ വന്നു വേണം. അച്ഛന്റെ വിചാരം ഞാനൊരു പിടിപ്പില്ലാത്തവനാണെന്നാണ്. ഇവിടെ നിന്ന് തന്നെ ആരെങ്കിലും അയച്ച് കണ്ടം എന്നെ ഏൽപ്പിക്കാൻ സ്വാമിയോട് പറയണം. കുഞ്ഞനമ്മാവൻ സ്വല്പനേരം ആലോചിച്ചു. രാഘവന്റെ കൂട്ടുകാരനാണ് ഞാനെന്ന് കുഞ്ഞനമ്മാവന് അറിയാമായിരിക്കും. കുറെ നേരം കഴിഞ്ഞപ്പോൾ കുഞ്ഞനമ്മാവൻ പറയുന്നു. ഇന്നിവിടത്തെ മാധു മങ്കൊമ്പിൽ പോകുന്നുണ്ട് സ്വാമിയെ കാണാൻ. നീയും അവന്റെ കൂടെ പോകൂ. കണ്ടം നിന്നെ ഏൽപ്പിക്കാൻ അവനോട് പറയാം. അവൻ അവിടെ പറയും. ഒന്ന് നിർത്തിയിട്ട് കുഞ്ഞനമ്മാവൻ പറഞ്ഞു. സ്വാമിയുടെ പാട്ടം കൃത്യമായി കൊടുക്കണം.
നേരും നെറിയുമായി പെരുമാറണം. ഞാൻ തൊടുകൈയോടെ പറഞ്ഞു. പാട്ടം ഇവിടെ അളക്കാം. വേണ്ട വേണ്ട, അവിടെ കൊണ്ട് കൊടുത്താൽ മതി. ഭാഗ്യം പരീക്ഷിക്കാമെന്ന് വച്ചുള്ള ആ പോക്ക് ഫലിച്ചു. ഒരു പ്രയാസവുമില്ലാതെ സാധിച്ചു. വിത്ത് അടപ്പുരയ്ക്കൽ അറയിൽ നിന്ന് തന്നെ അളന്നു കെട്ടി കുഞ്ഞനമ്മാവൻ തന്നെ ഒരു പിടി വിത്ത് വാരി വിതച്ചു.